ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ നല്ല ടെൻഷനോടും കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ. കാരണം ഈ ഒരു കേക്കിൽ നമ്മളൊരു പിക്ചറാണ് വരച്ചെടുക്കാനുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പേപ്പറിലാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുഴപ്പമില്ലാണ്ട് വരയ്ക്കുന്ന കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഞാനും. പക്ഷേ നമുക്ക് ക്രീമിൽ ചെയ്തെടുക്കുമ്പോൾ അത്ര എളുപ്പമല്ല. കാരണം താഴത്തെ ക്രീമൊന്നും ഇളകാതെ കിട്ടണം. അത്യാവശ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്താലേ അത് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓഫ് വൈറ്റ് ക്രീമിൽ നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ താഴത്തെ ക്രീം ഇളകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് ക്രീമിലാണ് വരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രീം പരക്കാനൊക്കെ കളറൊന്ന് പരന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിക്ചർ വരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വൈറ്റ് പേപ്പറിലൊന്ന് 2-3 തവണ ട്രയൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്കിൽ ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ലാഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ വരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഡിസൈനൊക്കെ ആകുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും കേക്കിന്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.